And it is an honor for us to have all of you here in Alwada Mall, Abu Dhabi, to be celebrating Lulu India Utsav. അവരിങ്ങനെ പോണായിട്ട് എടുത്തതല്ലോ. നമസ്കാരം അബുദാബി. മുകളിലുള്ള എല്ലാവരും കേട്ടാ ഒന്ന് കൈയാടിച്ച എല്ലാരും കേൾക്കണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തെ നില എല്ലാരും ഓക്കെ അല്ലേ? ശബ്ദം അടഞ്ഞിരിക്കുകയാണ്, നല്ല ചുമ, നല്ല കോൾഡാണ്. പക്ഷെ ഇന്നത്തെ ദിവസം മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ലല്ലോ. എന്തായാലും വരികയല്ലേ? അബുദാബിയിൽ വന്ന് നിങ്ങളെല്ലാരെയും കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഈ നാട്ടിൽ പിറവിയെടുത്ത ഒരു സിനിമയുടെ ആഘോഷമാണ് ഇന്നിവിടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. റാസൽ കൈമയിലെ ആ വലിയ കൊട്ടാരത്തിലാണ് ഇതിന്റെ പ്രധാന ഷൂട്ടിംഗ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. ഐഷ എന്ന് പറയുന്ന സിനിമ ആരൊക്കെ കണ്ടു? കൈപൊക്കി. സത്യസന്ധമായിട്ട് ആരൊക്കെ കണ്ടു? കൈപൊക്കി. നിങ്ങൾക്ക് ഒരു വലിയ കിട്ടി കേട്ടാ. അവിടെ ആരെയും കണ്ടു? ഐഷ ആരെയും കണ്ടു? കണ്ടവരാരും ഇന്ന് വന്നിട്ടില്ലേ? ആ നോക്കട്ടെ, എവിടെ? മോളില് ഐഷ ആരെയും കണ്ടു? കണ്ടോ? വെരി ഗുഡ്. ഒരുപാട് പേര് കണ്ടവരുണ്ട്. കാരണം കണ്ട ആൾക്കാർക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് സമ്മാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, കാണാത്തവർക്ക് ആ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ നമുക്ക് തുടങ്ങാം. എന്റെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. മാത്രമല്ല ഒരുപാട് ഡാൻസേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും ഇന്ന് കാത്തു നിൽക്കുന്ന ആ വ്യക്തി ഇവിടെ വരും. ആരാണ്? കേൾക്കുന്നില്ല. എന്റെ ശബ്ദം അടഞ്ഞു, നിങ്ങളുടെ ശബ്ദം അടഞ്ഞിരിക്കാമോ? ശരി, ഞാൻ 1 2 3 പറയുമ്പോ ആ പേര് ഒരുമിച്ച് എല്ലാവരും വിളിച്ചു പറയോ? ആരെ കാണാനാണ് വന്നേക്കുന്നത് പറയോ? 1 2 3 പറയണ്ടേ? ഓക്കെ, റെഡി? 1 2 3. ആര്? ചിലര് മഞ്ജു ചേച്ചി, ചിലര് മഞ്ജു വാര്യര്. ഓക്കെ, ഒരുമിച്ച് 1 more time. 1 2 3. Absolutely right, Manju Warrior. And Manju Warrior is coming here to meet you all. Ready അല്ലേ? വരുമ്പോ പറയില്ലേ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന്? പറയില്ലേ? ബഹളം വെച്ച് കാണിച്ചു കൊടുക്കൂലേ മഞ്ജു വാര്യർ എത്രത്തോളം ഇഷ്ടമാണെന്ന്? മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് ഇഷ്ടമാണെന്ന് പറയൂലേ? അവള് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് അബുദാബിയിൽ വരില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും അവിടെ ഒന്നും വിളിച്ചോളൂ അല്ലേ? ഒരു കുഴപ്പമില്ല, ടെൻഷനില്ല. അപ്പോ ഞാൻ എന്റെ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളുണ്ട്, അത് ആദ്യം തന്നു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡാൻസിലോട്ട് കിടക്കാം. വെൽക്കം കേട്ടോ. ഈ വെറുതെ ഈ പമ്മി ഇരിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, എത്ര ഗിന്നസ് റെക്കോർഡായി മോളെ? 1 ഗിന്നസ് റെക്കോർഡേ ഉള്ളൂ അല്ലേ? ബാക്കി 3 ഏഷ്യൻ റെക്കോർഡ്, 1 ലിംക ബുക്ക് അല്ലേ? ഒരു കൈയടി കൊടുത്ത് ആ കൊച്ചോടെ വെറുതെ പമ്മി ഇരിക്കുക. സുചേത സതീഷ് ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാട്ട് പാടിക്കുന്നതായിരിക്കും. അപ്പോ നമുക്ക് നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വരാം. എനിക്ക് ആദ്യം പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരാൾ കൈവൊക്കെ നോക്കട്ടെ. ഈ സൈഡിൽ കൊച്ചു കുട്ടികളിൽ തുടങ്ങാം. ഓളെ എന്താ പേര്?
ഫാത്തിമ. നല്ല പേര്. അപ്പോ ഐഷ എന്ന് പറയണം. 21 സെക്കൻഡ്സ് ആണ് റെക്കോർഡ്. അത് ബ്രേക്ക് ചെയ്യണം. റെഡി? ഐഷ തോപ്പിച്ചില്ലേ 10 പുഷപ്പ് എടുക്കണം. ഇവിടെ നിന്ന് അടിക്കണം. ഉറപ്പാണോ? മിഥുചാട്ടം ചെയ്യോ? എന്റെ ചേട്ടാ ഒരു പേര് വൃത്തിയോടെ അടിക്കാം. Ready? Your time starts now. Go. കേക്കണില്ലാട്ടത്. Congratulations. നിങ്ങൾക്കൊക്കെ ഉള്ള സമ്മാനങ്ങൾ വരാനിരിക്കുന്നേ. ഒളിച്ചിരിക്കുന്ന കുട്ടികൾ ഇങ്ങോട്ട് വരും. അനിയ വാ, ഡാൻസ് കളിക്കാം. ഓക്കെ, എല്ലാരും കൈയടി കൊടുത്ത് അവർ വരാന്ന് പറഞ്ഞു. നല്ലൊരു കൈയടി. എന്റെ പോലെ എനർജി കേട്ടാ നമ്മുടെ അബദ്ധം വിളിക്കും. റെഡി? നിങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിന്റെ പേരെന്താ? ജസ്റ്റ് ഡാൻസിന്റെ ഒരു നല്ല കൈയടി. Come on everyone, please. Lulu India Utsav 2023 ഭാഗമായിട്ട് Aisha team is going to come here and visit you in a very short while. But before
ഫുൾ ഫാമിലിക്ക് ഞാൻ കൊടുക്കാം. ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, മക്കൾ ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് കൊടുക്കാം. ഐഷ എന്ന് പറയുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഒപ്പം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സ്വന്തം മഞ്ജു വാര്യരും ഈ വേദിയിലേക്ക് വരുന്നുണ്ടാവില്ല. വെരി ഷോർട്ട് വെൽ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ചിത്രമായ ഐഷയെ നാട്ടിൽ സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോകുന്നു. ഇവിടെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ ഐഷ. ആൻഡ് ഐഷ ഇസ് ഇൻ ദി ഹൗസ്. എവിടെ കേൾക്കുന്നല്ലോ? നമുക്ക് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഐഷ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സെലിബ്രേഷൻ ഇവിടെ നടക്കുന്ന സമയത്ത് നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഥയാണിത് എന്ന് മനസ്സിലാക്കാൻ ഈ സൈഡിൽ. Good evening, Abu Dhabi. Okay. My name is Sujeta Satish. I'm 17 years old and I'm the present Guinness World Record holder for the most languages sung in a concert. That is 120 languages. And thank you very much. And presently, with the grace of God, എനിക്ക് 132 ഭാഷകളിലാണ് ഇപ്പം ഞാൻ പാടുന്നത്. അത് കൂടാതെ വേറെ റെക്കോർഡ്സും ഉണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ആസ് വെൽ. ഈ ഒരു ഇൻഡോ ആപ്പ് പ്രോജക്റ്റ്, ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ, ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് അതിന് ഐ വുഡ് ലൈക്ക് ടു താങ്ക് എം ജെ ചന്ദ്രൻ സർ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. തറ അൽ ബദ്രു അലൈന എന്നുള്ളൊരു പാട്ട് ഞാനായിരുന്നു പാടിയത്. അപ്പം ടുഡേ വിത്ത് പെർമിഷൻ ഓഫ് സർ I would like to sing that song for you. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله دعا أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع النور المبين نور خير المرسلين نور أمن وسلام نور حق ويقين سقاه الله تعالى رحمة للعالمين فعلى البر شعاع وعلى البحر شعاع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. Thank you very much. It's a great honor. The person who's going to sit right next to Manjuchita, this one. Just wave, Mama. Just wave. ഐഷയും മാമയും തമ്മിലുള്ള ബന്ധമാണ് ഐഷ പറയുന്നത്. എത്രത്തോളം മഞ്ജുജിക്ക്. The commercial manager of Abu Dhabi and Al Dhafra region, Mr. Sakir, to welcome him. Welcome, Mr. Amir Baligaliya. Sakir. Welcome, Amir. Welcome, Mr. Sakir. And of course, may I also request the next person up on stage, the scriptwriter, Ashif Kakori. ഈ പേരൊക്കെ പറയുമ്പോൾ കയ്യടി വേണം. അബുദാബി ഒരുപാട് നമുക്ക് നാണങ്ങളാണ് അവരൊക്കെ ഇവിടെ വന്നിട്ടേ. നല്ല കൈയടി വേണം. അപ്പോൾ എല്ലാവരും മൊബൈൽ കൈ പിടിച്ചിട്ടുണ്ടല്ലോ കൈയടിക്കാൻ പറ്റാത്തത്. എന്നാ വേണം കേട്ടോ. ആ മനസ്സിലായി, ഒരു കൈ ഉണ്ടെങ്കിലും അടിക്കും. അതെ. അപ്പോൾ along with them, may I also request the presence of Sakriya, the producer. സക്രിയയോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. Let me welcome Sirajuddin, the buying manager of Silks and Sarees, Mr. Sirajuddin. Yes, co-producer, Opam Sakriya, the producer, please come in. Mr. Sirajuddin,
the buying manager of Silks and Sarees. May I request you to accompany them onto the stage? Welcome, sir. May I also request Mr. Shamsu on stage. പടം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഡ്രൈവർ ഹംസയെ ഓർമ്മയുണ്ടാവും. താടി എടുത്തതേ ഉള്ളൂ, ആ ഡ്രൈവർ ഹംസ തന്നെയാണത്. And of course, another co-producer, Binish Chandra. May I request Binish Chandra here on stage. ഉറപ്പായും ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ കറക്റ്റായിട്ട് നടക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു വൻ കൈയടി കൊടുത്തിട്ട് വിൽ സ്റ്റാർട്ട് ഓഫ്. May I request Mr. Ajay Kumar, the regional director of Abu Dhabi and Al Dhafra region, to come up on stage to welcome the one and only lady superstar of Malayalam. Malayalamത്തിന്റെ Manju Warrior. എത്രത്തോളം നമ്മുടെ ഈ നാടിന്റെയും നാട്ടിലുള്ള ആൾക്കാരുടെയും കഥ പറയുന്നതിനോടൊപ്പം തന്നെ നാട്ടിലെ സഖാക്കന്മാരുടെ കഥയും നാട്ടിലുള്ള സഖാക്കന്മാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിന്റെ കാര്യവും പറയുന്നുണ്ട്. Let me welcome Shareed and Ashraf here on stage. Lulu's India Utsav 2023 is also happening as we speak, and it is an honor for us to have all of you here in Al Wada Mall, Abu Dhabi, to be celebrating Lulu India Utsav. And now ആയിഷ മൂവിയെ അതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ച നിങ്ങളെല്ലാവരുമാണ്. ഇനി കാണാനുള്ളവർ കാണണമെന്ന് ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു സിനിമയുടെ ആദ്യ തോട്ടുണ്ടാകുന്ന ഒരു 2.5-3 വർഷം മുമ്പാണ് മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഞാനും ആഷിഫ്കയും കൂടി അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം സത്യത്തിൽ മഞ്ചേച്ചിയുടെ അടുത്ത് വേറൊരു സിനിമയുടെ കഥയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് പോയി കഥ പറഞ്ഞു, മഞ്ചേച്ചി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സിനിമ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പല ഘടകങ്ങളും ഒത്തുവരണമല്ലോ. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, ചേച്ചി ഇതല്ല, വേറെ പരിപാടി നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ഒരു ഡ്രീം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണല്ലോ അത്, ഇതല്ല വേറൊന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നമ്മുടെ ആയിഷയിലേക്ക് എത്തി. ചേച്ചി അടുത്ത് പോയി കഥ പറഞ്ഞു. ചേച്ചി ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഭയങ്കര എന്താ വെച്ചാൽ അതിന് മുമ്പ് പറഞ്ഞ കഥയേക്കാളും കൂടുതൽ ചേച്ചിക്ക് ഇഷ്ടമായി. ചേച്ചി നമുക്ക് എന്തായാലും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ ഒരു 2-2.5 വർഷത്തോളം ഉള്ളൊരു ജേണിയായിരുന്നു. അപ്പോൾ ആ ജേണിയിൽ എൻ്റെ കൂടെയുള്ള ഇപ്പോൾ ഇവിടെ പ്രൊഡ്യൂസേഴ്സായിട്ട് വന്നുള്ള ആൾക്കാർ, അതുപോലെ തന്നെ റൈറ്റർ, ഇപ്പോൾ ആഷിഫ്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യ തോട്ടും ഇതിൻ്റെ എല്ലാ ചിന്തകളിലും ആയിഷ എന്നുള്ള മൂവിയുടെ വിത്ത് ആഷിഫ്കയുടെ മനസ്സിലാണ് ആദ്യമായിട്ട് ഉള്ളത്. അപ്പോൾ ആ കഥ എൻ്റെ അടുത്ത് വന്നിട്ട് ആഷിഫ്ക സെറ്റിൽ ചെയ്ത് ചോദിക്കുകയാണ്, ആമിർ നമുക്കിന്നെ നിലമ്പൂർ ആയിഷത്തയുടെ ഒരു പരിപാടിയുണ്ട്, നീ ഡയറക്റ്റ് ചെയ്യുമോ എന്നുള്ളത് ചോദിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിൽ ലഡുപൊട്ടി എന്ന് പറഞ്ഞ പോലെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഒരു എന്നുവെച്ചാൽ നമ്മൾ ചെയ്യണമെന്നുള്ള ഡ്രീം വരികയാണ്. അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും ഒരു വെല്ലുവിളികളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. Malayalam movie, especially opposite our lady superstar. Fantastic. Yes. I'm so lucky with the amazing actor Manju, and of course with the perfect director, brilliant, and amazing writer also, Mr. Kakuti. That's fabulous. Welcome to Malayalam cinema, Mama. Thank you. മമ്മയോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ടീമിനെയും കൂടി ഒന്ന് വേദിയിലേക്ക് സ്വാഗതം. രാധിക, please take the mic. രാധിക, how was the experience? എത്ര നാളിന് ശേഷമല്ലേ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്? അതെ, അതും തമിഴിൽ അഭിനയിച്ചു. തമിഴ് ലാംഗ്വേജ് പറഞ്ഞിട്ട് അഭിനയിച്ചു. രാധികയുടെ ക്യാരക്ടർ ഇതിനകത്ത് മലയാളം പറയുന്നേ ഇല്ല, മുഴുവൻ തമിഴാണ് പറയുന്നത്. അതെ അതെ അതെ. നിഷ ഒരു തമിഴത്തി കുട്ടിയാണ്.
അപ്പോൾ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഓഫ് കോഴ്സ് മഞ്ചേച്ചി ലവ് യു സോ മച്ച് അതിലെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ആ ഒരു ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ മൂവിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 40 days ആ ഷൂട്ട് മുഴുവൻ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ആ ഒരു ത്രില്ലും ഉണ്ടായിരുന്നു. ഞാൻ മഞ്ചേച്ചിയുടെ കൂടെ സ്ക്രീൻ സ്പേസ് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കണ്ടവരെല്ലാം ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിലൊരുപാട് സന്തോഷം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. ആൻഡ് ഡെഫിനറ്റ്ലി അമീൻ ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ ഭയങ്കര കമ്പനിയായി. അത് കാരണം ലൊക്കേഷൻ മുഴുവൻ തല്ലുപൊളിയായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഓഫ് കോഴ്സ് മമ്മ നമ്മുടെ ഇനി സൂപ്പർ സ്റ്റാറാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. Lovely talk to you, Radhi. You know, let's... Yes, but I was very lucky to be Did you part. learn Malayalam by any chance? Oh, I. Kill. Yeah. Aha, really? Okay. We had Can you Malayali have fun spice? every day. Okay. Yeah. There's I know, yeah. Manjuji likes meeting everyone.